റഫീഖ് ഭായി സ്വയം വിശേഷിപ്പിക്കുന്നത് റഫീഖ് സലഫി എന്നാണല്ലോ. സലഫിനില്ലാത്തൊരു വിശ്വാസമാണ് റഫീഖ് സലഫി എന്ന പേരിൽ റഫീഖ് ഭായി പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വരും. ശരി, നമുക്ക് പരിശോധിക്കാം ആർക്കാണ് സലഫിൻ്റെ പിൻബലമുള്ളത്, സലഫിനില്ലാത്ത വിശ്വാസം ആർക്കാണുള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ സലഫിൻ്റെ കാര്യം പറഞ്ഞത് നന്നായി, നമുക്ക് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാലോ. ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, കൃത്യമായി നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾ ഒരു ശാഫിഈ മദ്ഹബുകാരനല്ലേ? നിങ്ങൾ ഈ സംഭവം സ്വഹീഹാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല അവിടുത്തെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിച്ച തേടിയ ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയോ? അത് നിങ്ങൾ ഉദ്ധരിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സലഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാട്ടോ. ശരി, അടുത്തത് പറയട്ടെ. ഈ ഹദീസിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഈ ഖബറിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ആലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരു ആലിം ഇതിലെ ശിർക്കും കുഫറും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ? ഒന്നാമതായി നിങ്ങൾ ഷിർക്കും കുഫറും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഞങ്ങളിത് ഷിർക്കാണ് എന്നൊന്നും വാദിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക എന്നത് ബിദ്അത്താണ് എന്നാണ് സലഫികളുടെ വാദം. കാരണം അതിന് ഇസ്ലാമിൽ തെളിവില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ഉദ്ധരിച്ചതുപോലെയുള്ള സംഭവങ്ങൾ സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് പൂർവികരായ വളരെ പഴക്കം ചെന്ന പല ഇമാമുകളും ഇതിനെ എതിർത്തിട്ടുള്ളത്. നിങ്ങളീ കാണുന്നത് വളരെ പ്രസിദ്ധ പണ്ഡിതനായ ഹനഫി മദ്ഹബുകാരനായ മുല്ല അലി ഉൽ ഖാരി റഹ്മഹുല്ലയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ഷറഹ് കിതാബ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ഖാല അബൂ ഹനീഫത്ത് റഹിമഹുല്ല വസ്വാഹിബാഹു, ഇമാം അബൂ ഹനീഫയും അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരും പറഞ്ഞു. പ്രസിദ്ധരായ 2 ശിഷ്യന്മാർ മുഹമ്മദ് ബിൻ ഹസൻ, അബു യൂസുഫ്, അവർ 2 പേരും പറഞ്ഞിട്ടുണ്ട്. യുക്റഹു, ശരിക്കടിവരയിട്ടോ, യുക്റഹു അൻ യഖൂല റജുലു അസ്അലുക ബിഹഖി ഫുലാനിൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക വബിഹഖിൽ ബൈത്തുൽ ഹറാം വമശ്അരിൽ ഹറാം വനഹ്വദാലിക. അതായത് ഒരാൾ ചോദിക്കുക, എങ്ങനെ ഇന്ന വ്യക്തിയുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതല്ലെങ്കിൽ അള്ളാഹുവേ നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ റസൂലുകളുടെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ ബൈത്തുൽ ഹറാമിൻ്റെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ മശ്അറുൽ ഹറാമിൻ്റെ ഹക്ക് കൊണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ തേടുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഇത് ലൈസലി അഹദിൻ അലല്ലാഹി ഹക്കുൻ, കാരണം അള്ളാഹുവിൻ്റെ മേൽ ഒരാൾക്കും യാതൊരു ഹക്കുമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തേടുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന്. ഇമാം അബൂ ഹനീഫ സലഫുകളിൽപ്പെട്ട ആളല്ലേ, എത്രയോ പഴക്കമുള്ള ഇമാമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം സ്വഹീഹാണെങ്കിൽ ഇമാം അബൂ ഹനീഫയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഇങ്ങനെ പറയുമോ? അപ്പോൾ ഇതൊന്നും സലഫിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട കാര്യമല്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി ബാക്കി നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച മജ്മഉ സവായിദ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ അടുത്ത വീഡിയോയിൽ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്.